നമസ്കാരം. കേരള ടൈംസ് ട്രയൽ റൺ വാർത്തകളിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് രാഷ്ട്രീയ ലോകത്തെ നടുക്കി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീടടക്കം 12 സ്ഥലത്ത് ഒരേ സമയം റെയ്ഡ്. BJPയുടെയും കോൺഗ്രസിന്റെയും സംയുക്ത നീക്കമാണിതെന്ന് ആരോപിച്ച പാർട്ടി നേതാക്കൾ പ്രതിപക്ഷത്തിന്റെ നാവടക്കാൻ സർക്കാർ ഏജൻസികളെ ഉപയോഗിക്കുന്നതിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്ന് പ്രഖ്യാപിച്ചു. ഇന്നലെ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെ ആസൂത്രിതമായി നടത്തിയ റെയ്ഡിൽ കോൺഗ്രസിന് പങ്കുണ്ടെന്ന് CPM നേതാക്കൾ ആരോപിച്ചു. അവർ രണ്ടുപേരും സമ്മതിച്ചിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ പൈസ വാങ്ങിയിട്ടുണ്ട്, സമ്മതിച്ചിട്ടുണ്ട്. അവർക്കെതിരായിട്ട് കേസില്ല. വീണ വിജയന്റെ അച്ഛൻ പിണറായി വിജയനാണ് എന്നുള്ളതുകൊണ്ട് കോടതികളെല്ലാം ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ സെഷൻസ് കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി ഉൾപ്പെടെ എല്ലാ കോടതികളും തള്ളിക്കളഞ്ഞ ഒരു കേസ് രാഷ്ട്രീയ പ്രേരിതമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കേന്ദ്ര നേതൃത്വമായി പ്രവർത്തിക്കുന്ന സഖാവ് പിണറായിക്കെതിരായി ഇതിന്റെ രാഷ്ട്രീയ പാർട്ടിയായ CPM-നെതിരായും കടന്നാക്രമണം നടത്താൻ ബോധപൂർവം കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു സംഭവമാണ് ഈ റെയ്ഡ് ഉൾപ്പെടെയുള്ള കാര്യം. ഹൈക്കോടതിയിൽ ഇപ്പോൾ വീണ്ടും ആ കേസ് വന്നപ്പോൾ കോടതി പറഞ്ഞത് FIR ഉണ്ടാക്കുന്നതിന് വഴിയുള്ള തെളിവ് പോലും നമ്മുടെ മുമ്പിലില്ല, FIR ഇല്ല. അപ്പോൾ സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നതിന് ഞങ്ങൾക്ക് തർക്കമില്ല എന്നാണ്. FIR പോലും ഇല്ലാത്ത ഒരു കേസിൽ അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞപ്പോൾ ഉടനെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ED റെയ്ഡുമായിട്ട് വരികയും അനുബന്ധമായി 13 കേന്ദ്രത്തിൽ പറയും. രാഷ്ട്രീയ ഗൂഢാലോചനയാണിത്. നമുക്കിതിന് മുമ്പ് തന്നെ വളരെ വ്യക്തമായിട്ട് സുപ്രീം കോടതി തന്നെ പറഞ്ഞ അനുഭവങ്ങളുണ്ട്. ഈ കേന്ദ്ര ഏജൻസികളൊന്നും ഫലപ്രദമായി കേസന്വേഷിക്കുകയോ കേസിന്റെ ഭാഗമായിട്ട് ശിക്ഷിക്കപ്പെടുകയോ ചെയ്യുന്നവരല്ല. 1% പോലും ശിക്ഷിക്കപ്പെടുന്നില്ല എന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞു. കൂട്ടിലടച്ച തത്തയെ പോലെയാണ് പെരുമാറുക. രാഷ്ട്രീയ ആയുധമായിട്ടാണ്, ഉപകരണമായിട്ടാണ് ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വിഭാഗത്തെ ആകെ. എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, കേരളത്തിലുണ്ട്, ഇന്ത്യയിൽ. കെജ്രിവാളിനെ നിങ്ങൾക്കെല്ലാം അറിയുന്നതാണ് ഡൽഹി മുഖ്യമന്ത്രി. ആ ഡൽഹി മുഖ്യമന്ത്രി ആയപ്പോഴവിടെ കോൺഗ്രസ്സുകാരി കെജ്രിവാളിനെതിരായിട്ട് ഒരു ആരോപണം, ഒരു അഴിമതി ആരോപണം ഉന്നയിച്ചു. കോൺഗ്രസ്സുകാർ തന്നെ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെമ്മോറാണ്ടം കൊടുത്തു. ആ മെമ്മോറാണ്ടം കിട്ടിയപ്പോൾ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കെതിരായിട്ട് ഇന്ത്യയിൽ ഉടനീളം കേന്ദ്ര ഏജൻസികളെ വെല്ലുവിളിപ്പിച്ച് രാഷ്ട്രീയ വേട്ടയാടൽ നടത്തി. ഇന്നലെയുണ്ടായ ഹൈക്കോടതി വിധിയെ തുടർന്നാണ് ED റെയ്ഡ് നടന്നത്. അന്വേഷണ വിധേയമായി നടത്തിയ റെയ്ഡിൽ CPM നേതാക്കൾ അക്രമാസക്തമാകുന്നതിൽ രാഷ്ട്രീയ ലോകം ഉത്കണ്ഠാകുലരാണ്. ED ഉദ്യോഗസ്ഥർക്ക് സംരക്ഷണം നൽകുന്നതിൽ കേരള പോലീസ് പരാജയപ്പെട്ടുവെന്ന് ജനം ആരോപിച്ചു. രാവിലെ 6 മണി മുതൽ 8.5 മണിക്കൂർ നീണ്ട റെയ്ഡിന് ശേഷം വീടിന് പുറത്തെത്തിയ പിണറായി വിജയൻ ഇതുകൊണ്ടൊന്നും തളർത്താൻ നോക്കേണ്ട എന്ന് ഓർമ്മിപ്പിച്ചു. ഈ പരിശോധന ചിലർക്കെല്ലാം വലിയ മനസ്സംതൃപ്തി നൽകുമെന്നാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾക്ക്. കാരണം എന്തുകൊണ്ട് പിണറായി വിജയന്റെ വീട് റെഡി ചെയ്യുന്നില്ല, എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നതായിരുന്നു രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യം. നമ്മുടെ രാജ്യത്തിലെ പ്രതിപക്ഷത്തിനും പ്രതിപക്ഷത്തിന്റെ പ്രവർത്തകർക്കും നേതാക്കൾക്കുമെതിരെയുള്ള
കരുതിക്കൂട്ടിയുള്ള ആക്രമണ നടപടികളാണ് എല്ലാ കാലത്തും BJP ഗവൺമെന്റ് തുടർന്നു വരുന്നത്. അതിനെതിരെ ശക്തമായ പ്രതിഷേധം രാജ്യവ്യാപകമായി തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ തങ്ങളുടെ പാർട്ടിക്കാരല്ലാത്ത പാർട്ടിക്കാർക്ക് നേരെ EDയുടെ കടന്നുകയറ്റം നടന്നോട്ടെ എന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. ഏതായാലും ഇതുകൊണ്ടൊന്നും ഞങ്ങൾ അവസാനിക്കാൻ പോകുന്നില്ല. ഇത് ഒരു തുടക്കം മാത്രമായിട്ടേ ഞങ്ങൾ കാണുന്നുള്ളൂ. ഈ തരത്തിലുള്ള ഏതെങ്കിലും നടപടികൾ കൊണ്ട് ഞങ്ങളെ തളർത്തിക്കളയാമെന്ന് വ്യാമോഹിക്കേണ്ടതില്ല. ഇവിടെ പ്രകടമായി നമ്മുടെ നാടിന്റെ വികാരവും പാർട്ടി സഖാക്കളുടെ വികാരവും എല്ലാ കാലത്തും പാർട്ടിയുടെ അകമഴിഞ്ഞ പിന്തുണയാണ് പാർട്ടി ശത്രുക്കൾ കൊത്തിവലിക്കാനൊരുങ്ങിയ എല്ലാ ഘട്ടത്തിലും ലഭ്യമായിട്ടുള്ളത്. ആ പിന്തുണക്ക് ഒരു കുറവും ഒരു ചാഞ്ചല്യവും ഇല്ല എന്നതാണ് ഇന്ന് സഖാക്കൾ വീണ്ടും വ്യക്തമാക്കിയിട്ടുള്ളത്. ഒരിക്കൽ കൂടി എല്ലാവരെയും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. ഏതിനെയും നമുക്ക് നേരിടാൻ ഇതാണ് നമ്മുടെ കരുത്ത്. ഒന്നിച്ച് നമുക്കിറങ്ങാം എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ പിന്നീട് ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ തല്ലിത്തകർത്ത് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച പാർട്ടി പ്രവർത്തകരെ കസ്റ്റഡിയിൽ എടുക്കാനാകാതെ പോലീസ് നിഷ്ക്രിയരായി നിന്നു. നേതാക്കളുടെ മുമ്പിൽ വിനീതരാകുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ കാണാനായത് കേരള പോലീസിനെ നിർവീര്യമാക്കിയിരിക്കുകയാണ്. കേരളത്തിലാകെ പ്രതിഷേധം നടക്കുമ്പോൾ ഡൽഹിയിൽ പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബിയുടെ നേതൃത്വത്തിൽ ED ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും അക്രമാസക്തമായി. ജനറൽ സെക്രട്ടറിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതേസമയം പിണറായി വിജയന്റെ ആരാധകരായ നാട്ടുകാരടക്കമുള്ള ജനങ്ങളാണ് തിരുവനന്തപുരത്ത് പ്രകോപിതരായതെന്നും പാർട്ടിക്ക് അതിൽ പങ്കില്ലെന്നും നേതാക്കൾ അവകാശപ്പെട്ടു. വാസ്തവത്തിൽ ചെന്നിത്തലയുടെ പോലീസ് പാർട്ടി നേതാക്കളുടെ മുമ്പിൽ തലകുനിക്കുന്ന സാഹചര്യം നാടിനെ നെടുക്കിയിരിക്കുകയാണ്. ED ഉദ്യോഗസ്ഥർക്ക് സംരക്ഷണം നൽകാൻ കഴിയാത്ത പോലീസായി കേരള പോലീസിനെ മാറ്റിയെന്നാണ് ജനാഭിപ്രായം. അതേസമയം കേന്ദ്ര സർക്കാരിന്റെ പ്രതിപക്ഷത്തെ ഇല്ലാതാക്കാനുള്ള നീക്കത്തിനെതിരെ ബ്രാഞ്ച് കമ്മിറ്റി തലത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്താൻ സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്തു. ഡൽഹിയിൽ ആം ആദ്മി പ്രവർത്തകരെയും നേതാക്കളെയും മുഖ്യമന്ത്രിയെ തന്നെയും കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തതും ബഹുമാനപ്പെട്ട കോടതി കുറ്റവിമുക്തമാക്കിയതും എടുത്തു പറഞ്ഞുകൊണ്ട് നേതാക്കൾ പ്രതിപക്ഷത്തെ തകർക്കേണ്ട എന്ന് ഓർമ്മപ്പെടുത്തി. മുൻ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും പ്രതിപക്ഷത്തിനെതിരെയുള്ള കേന്ദ്ര സർക്കാരിന്റെ അടിച്ചമർത്തൽ രാഷ്ട്രീയത്തെ അപലപിച്ചു. ഒടുവിൽ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പോലീസ് നിലപാടിൽ ഉറച്ചു നിന്നതോടെ പാർട്ടി ഓഫീസിലായിരുന്ന പ്രതികളെ ഓഫീസിൽ നിന്ന് പുറത്തിറക്കി അറസ്റ്റ് ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നന്ദി, നമസ്കാരം.